നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുടെ സീക്രട്ടൊക്കെ ഒളിപ്പിച്ച് പിടിച്ച് ജീവിക്കുന്നവർ. മറ്റു ചിലർ ആ സീക്രട്ട് കണ്ടെത്താനായി ക്യൂരിയോസിറ്റിയോടെ മുന്നോട്ട് പോകുന്നു. ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഈ സീക്രട്ട് കണ്ടെത്തുന്ന ആളുകളാണ് ഇന്നോവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പീറ്റർ തിയൽ 0 to 1 എന്ന ബുക്കിൽ ചാപ്റ്റർ 8 പറയുന്നത്. 2 തരത്തിലുള്ള സീക്രട്ടാണ്. സീക്രട്ട് അബൌട്ട് നാച്ചർ, അതായത് സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ ടെക്നോളജി പരമായ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റ് സ്പേസ് എക്സിന് വേണ്ടി എലൻ മസ്ക് കണ്ടെത്തിയത്. രണ്ടാമത്തേത് സീക്രട്ട് അബൌട്ട് പീപ്പിൾ, അതായത് ആളുകളുടെ സ്വഭാവം അല്ലെങ്കിൽ ചിന്ത അത് ഓർഗനൈസ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്ന സീക്രറ്റുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക് മനുഷ്യന്മാരുടെ ഓൺലൈനിലൂടെ കണക്ട് ചെയ്യണം എന്നുള്ള ഡിസയർ പൂർത്തീകരിച്ചപ്പോഴാണ് ഫേസ്ബുക്ക് ഉണ്ടായത്. എപ്പോഴും സീക്രട്ട് കണ്ടെത്തി ഇന്നോവേഷൻ ക്രിയേറ്റ് ചെയ്യുക, നേരെ മറിച്ച് നമ്മൾ ഒരിക്കലും ക്രൗഡിന്റെ കൂടെ ഒരേ ഒപ്പീനിയൻ ആയിട്ട് പോവാതെ നമുക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടാകണം. നമ്മുടെ അസംപ്ഷൻ നമ്മൾ ചാലഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കുക. ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, ഓരോ തോന്നൽ അത് കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംരംഭങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് സെറ്റ് നന്നാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം.